ഹലോ ഐസി ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല കിടു ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ഡെസേർട്ടാണ്. ഇതിനായിട്ട് നന്നായി പഴുത്ത 2 ചിക്കിറ്റപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് തൊലി കളഞ്ഞ് നല്ല റൗണ്ടായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ട് 25 ഗ്രാം ബട്ടർ ഒരു പാനിൽ ചൂടാക്കി നമ്മൾ ഈ സ്ലൈസ് ചെയ്ത പഴം അതിലോട്ടിട്ട് കൊടുത്ത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബട്ടറിൽ ഈ പഴം കണ്ടോ, ഈ ഒരു പരുവത്തിനിങ്ങനെ നല്ല ഒരു ആക്കി എടുക്കണം. അപ്പോൾ ഇതൊന്ന് കുക്കായ ശേഷം ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ചൂടോടെ തന്നെ നമുക്ക് ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി ബീറ്റ് ചെയ്ത് ഇതൊന്ന് നല്ല പൾപ്പിയായ ശേഷം ഇതിലേക്ക് നമ്മളിനി ചേർക്കാൻ പോകുന്നത് 200 ml പാല്. റൂം ടെമ്പറേച്ചറിലുള്ള പാല് 200 ml ആണ്. എന്നിട്ടൊരു വിസ്കോ ഫോർക്കോ വെച്ച് നന്നായി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സായി വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി അടുത്ത് ആഡ് ചെയ്യേണ്ടത് കണ്ടൻസ് മിൽക്കാണ്. നമ്മളൊരു 120 ml 120 ml കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ ഈ ഡെസേർട്ടിൽ പഞ്ചസാരയല്ല, കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ 120 ml കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് വിസ്ക് വെച്ച് നന്നായി ഒന്ന് കമ്പൈൻ ചെയ്യാം. ഇതിലേക്ക് നമ്മൾ കോൺഫ്ലോർ ഒരു 30 ഗ്രാം കോൺഫ്ലോർ, ഒരു സ്വല്പം വാനില എസൻസും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വിസ്ക് കൊണ്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ വിസ്ക് കൊണ്ട് മാത്രം യോജിപ്പിച്ചുകൊണ്ട് ഇത് നല്ല സ്മൂത്ത് ആവണമെന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബീറ്റർ വെച്ച് ഒന്ന് അടിച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സർ ജാറിലൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ടൊരു പാനിലേക്ക് ഈ മിശ്രിതം ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കോൺഫ്ലോർ ഉള്ളതുകൊണ്ട് തന്നെ എളുപ്പം തിക്കാവും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായി ഇളക്കി ഇത് കുക്ക് ചെയ്തെടുക്കുക. കണ്ടോ, തിക്കായി തുടങ്ങിയിട്ടുണ്ട്, കുറച്ചായിട്ട് തിക്കായി. ഇപ്പം നല്ല തിക്കായി കുറച്ച് ഒരു പാൻ വിട്ട് വരുന്ന രീതിയിൽ വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. കണ്ടോ, ഈ ഒരു പരുവം മതി, നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ തയ്യാറാക്കിയ ആ മിശ്രിതം നമ്മൾ ഒരു ബൗളിലേക്ക് എടുക്കുക. നല്ല സ്മൂത്തായിട്ട് നല്ല ഒരു കസ്റ്റേർഡ് പരുവത്തിനായിട്ടുണ്ട്. ഇത് നന്നായി ബൗളിലേക്ക് എടുത്തിട്ട് നമുക്കിതൊരു ക്ലിംഗ് റാപ്പ് ഇട്ട് അടച്ചു വെക്കണം. റൂം ടെമ്പറേച്ചറിൽ തന്നെ അടച്ചു വെച്ചാൽ മതി. ഇത് നമുക്ക് കൂളാവാൻ അനുവദിക്കണം റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് തന്നെ. പക്ഷേ വെറുതെ വെക്കരുത്. നമ്മളൊരു ക്ലിംഗ് റാപ്പ് ഇട്ട് ഇത് നമ്മൾ കസ്റ്റേർഡൊക്കെ ഒരു ടൈപ്പ് കസ്റ്റേർഡ് പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ അതുപോലെ ഷൂ പേസ്ട്രിയുടെ ഒക്കെ ഫില്ലിങ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ വെക്കുന്ന പോലെ ക്ലിംഗ് റാപ്പ് അകത്തോട്ട് അതിനെ ചേർന്ന് അതിൻ്റെ മുകളിലോട്ട് ചേർന്നൊന്ന് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒട്ടും എയർ കിടക്കാതെ അതുപോലെ തന്നെ അതിൽ വേറെ പാട കെട്ടാതെ ഇരിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട്. അപ്പോൾ നമുക്കിത് നന്നായി ക്ലിംഗ് റാപ്പ് ഇട്ട് അടച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇത് നന്നായി ഒന്ന് തണുത്തോട്ടെ കേട്ടോ, നല്ല രീതിയിൽ ഇത് തണുത്ത് വരട്ടെ. നമുക്ക് അത്രയും സമയമുണ്ട്. അപ്പം അത് തണുത്ത് വരുന്ന ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീം എടുക്കാം. അപ്പോൾ ഞാനിവിടെ 200 ml വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മധുരം ഇല്ലാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ മധുരവും എസൻസും ചേർത്ത് കൊടുക്കണേ. അപ്പോൾ അത് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ അടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബനാനയുടെ ആ ഒരു കസ്റ്റേർഡ് പോലെയുള്ളത് നന്നായി ചൂടാറി. ഇപ്പോൾ ജസ്റ്റ് വിസ്ക് വെച്ചിട്ട് ഇതൊന്ന് കമ്പൈൻ ചെയ്തെടുക്കുക. നമുക്കിതൊന്ന് സ്മൂത്താക്കി എടുക്കാം. അപ്പോൾ ഇത് സ്മൂത്താക്കി എടുത്ത ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം അതിലേക്ക് നമുക്ക് ഈ വിപ്ഡ് ക്രീം അതിലേക്ക് നമുക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വിപ്പ് ക്രീമിലേക്ക് നമ്മുടെ ബനാന മിശ്രിതം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും വിസ്ക് ഉപയോഗിച്ചൊന്ന് ആദ്യം കമ്പൈൻ ചെയ്യാം. അപ്പോൾ മെല്ലെ കമ്പൈൻ ചെയ്യുക. ഇത് കുത്തി ഇളക്കരുത്, നമുക്ക് ഫ്ലഫിനെസ് റീറ്റെയിൻ ചെയ്യണം. അതുകൊണ്ട് മെല്ലെ നമ്മൾ ഫോൾഡ് ചെയ്ത് ചെയ്യുന്ന പോലെയുള്ള ഒരു പാറ്റേണിൽ ഇതൊന്ന്
കമ്പൈൻ ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത് കമ്പൈൻ ചെയ്തെടുത്തു. ഇതാ നമ്മുടെ മൂസ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഞാൻ ഇതുപോലൊരു ഡെസേർട്ട് റിങ് എടുത്തിട്ട് അതിൻ്റെ പുറകിൽ ക്ലിംഗ് റാപ്പ് ഇട്ടാണ് അതിലോട്ടാണ് ഞാൻ ഇത് സെറ്റാക്കാൻ പോകുന്നത്. അപ്പം ഇതില്ലാത്തവരാണെങ്കിൽ സ്പ്രിംഗ് ഫോം പാൻ ഇല്ലേ, നമ്മൾ ചീസ് കേക്കൊക്കെ തയ്യാറാക്കുന്നത്, അടിയിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്ന, അതിൽ സെറ്റാക്കിയാലും മതി. അപ്പം ഞാനിത് ഇതിലോട്ട് ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാറ്റർ നല്ല ഈവണായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതും ഇതിൻ്റെ മേൽഭാഗം ഒരു ക്ലിംഗ് റാപ്പ് ഇട്ട് അടച്ച് നമുക്ക് ഇതൊരു 3 to 4 മണിക്കൂർ നന്നായി നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്യണം. അപ്പോൾ മിനിമം 3 to 4 പറയുന്നത്, അതിൽ കൂടുതലായാൽ നല്ലതാണ്, കുഴപ്പമില്ല. ഇപ്പോൾ ദാ എൻ്റെ ബനാന മൂസ് ഡെസേർട്ട് നന്നായി സെറ്റായി. ഇപ്പം ഞാനിത് തല തിരിച്ച് വെച്ചു. നമ്മൾ അടിയിലല്ലേ ക്ലിംഗ് റാപ്പ് ആക്ച്വലി ഇട്ടിരുന്നത്, മേളിലത്തെ ഞാൻ മാറ്റി തല തിരിച്ച് വെച്ചു. അപ്പോൾ നമുക്ക് നല്ല ഫ്ലാറ്റ് സർഫേസ് കിട്ടും. എന്നിട്ട് നമുക്ക് മെല്ലെ ഈ റിങ് മാറ്റി കൊടുക്കാം. അപ്പോൾ സ്പ്രിംഗ് ഫോം പാൻ ആണെങ്കിൽ നമുക്ക് നോർമലായിട്ട് നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ റിമൂവ് ചെയ്യുക. ഇത് ഡെസേർട്ട് റിങ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റിമൂവ് ചെയ്തത്. കണ്ടോ, നമ്മുടെ അടിപൊളി ഡെസേർട്ട് ഇവിടെ നല്ല യമ്മി ആയിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഡെക്കറേഷന് ഞാൻ വിപ്ഡ് ക്രീം വെറുതെ എനിക്ക് തോന്നുന്ന ഒരു രീതിയിൽ ഞാൻ ഇങ്ങനെ മുകളിൽ പൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും കൂടെ അതിൻ്റെ ഷേവിങ്സ് ഇട്ട് കൊടുക്കാൻ പോവുകയാണേ. നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് വേണ്ട, കാരമലോ അങ്ങനെ എന്തെങ്കിലും വേണം, നട്ട്സ് വേണം, എന്ത് വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഷേവിങ്സ് ഇട്ട് കൊടുക്കുമ്പം ഈ ഒരു ഡെസേർട്ടിന് അത് പ്രത്യേകം നന്നായി പോകും. നല്ലൊരു കോംബോ ആണ്. അപ്പോൾ അതാ നിങ്ങൾക്ക് മേളിലെ ഗാർണിഷ് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇടാം കേട്ടോ. ഇപ്പോൾ അതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഷേവിങ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, നല്ല സൂപ്പറായില്ലേ? കണ്ടോ, ഞാനൊരു പീസ് മുറിച്ചെടുത്താണ്. നല്ല യമ്മി ക്രീമി ഡെസേർട്ടാണ്. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഈ ഒരു ഡെസേർട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷൻ അല്ലെങ്കിൽ അല്ലാത്തപ്പോഴും ട്രൈ ചെയ്ത് നോക്കി. എപ്പോഴും പോലെ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.